നമസ്കാരം, ഞാൻ ജയന്താണ്. എനിക്ക് തിന്നിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മമ്മൂക്കയുടെ ടെർബോ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ റിലീസായി. എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കും, എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു 70 വയസ്സ് ആയ ഒരു വ്യക്തി ആണ് ഈ കാണിച്ച് കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ തമിഴിലൊരു കത്തി എന്ന് വെച്ചാൽ ലോക കത്തി ചെയ്യുന്ന ഒരു നടനുണ്ട്. ഒരു തമിഴിലൊരു മെയിൻ നടനാണ്. പുള്ളിയുടെ കുറേ വിവരമില്ലാത്ത ഫാൻസിന് വേണ്ടിയിട്ട് കുറേ കത്തി സാധനങ്ങൾ ചെയ്താണ് ആ പുള്ളി പടം ഇറക്കുന്നത്. ആ പുള്ളിയുടെ പടത്തിൽ കണ്ട കത്തിയാണ് ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലറിൽ കണ്ടത്. പടം എന്തായാലും ഹിറ്റാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, വേറെ ആരുടെ ഒപ്പീനിയനല്ല. 70 വയസ്സായ മമ്മൂക്ക, നിങ്ങളിത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും നമ്മുടെ ഏട്ടൻ ഫാൻസിനൊക്കെ ഇത് നല്ല രീതിക്കൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. കാര്യം ഏട്ടനൊക്കെ എത്ര നാളായി ഇതേപോലെ ഒന്ന് ഓണായി സ്ക്രീനിൽ വന്നിട്ട്. അങ്ങോട്ട് ചവിട്ടുന്നു, ഇങ്ങോട്ട് ചവിട്ടുന്നു, അങ്ങോട്ട് കുത്തുന്നു, വെട്ട് കിട്ടുന്നു, വെട്ടേക്കുന്നു, വെട്ട് കൊടുക്കുന്നു. വെരി അതിനെക്കാട്ടി വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയണം ഇക്കയുടെ അടുത്ത്. മിഥുൻ മാനുവൽ തോമസിന്റെ ഓസിലറിന് ശേഷമുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നത് ഇത്. എന്തായാലും കപ്പടിക്കാനും ചാൻസ് ഉണ്ട്, കപ്പടിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളെല്ലാവരും ഓക്കെ ആക്കുന്ന രീതിക്കാണ് സാധനം. നമുക്കൊരു തമിഴ് മൂവി, ഞാൻ പറഞ്ഞില്ല, ഒരു വിവരമില്ലാത്ത കുറേ ഫാൻസ് ഉള്ള ഒരു നടനുണ്ടെന്ന് തമിഴിൽ. പുള്ളിയുടെ ട്രെയിലറാണ് ഞാൻ ഇതേപോലെ ഒരു ആസ്വദിച്ച് കണ്ടിട്ടുള്ളത്. കാര്യം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, വെടിവെക്കുന്നു, വാള് വെട്ടുന്നു, തേങ്ങ വെട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം 70 വയസ്സായിട്ടുള്ളവർ, അറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ 70 വയസ്സായിട്ടുള്ള പലരും കിടപ്പിലാണ്, അല്ലെങ്കിൽ വടികുത്തിയാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ മമ്മൂക്ക കാണിച്ച് എന്താണെന്ന് എനിക്ക് സത്യം അറിയത്തില്ല. ബ്രില്യൻറ്റ്, പറയാതിരിക്കാൻ വയ്യ, ബ്രില്യൻറ്റ്. ഇതിനെ പറഞ്ഞല്ലേടാ ബ്രില്യൻ്റ് എന്നൊന്നും, ഇത് കൊള്ളൂല. ഞാൻ തിന്നുന്നേ ഉള്ളൂ. നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കന്നഡ നടൻ ഷെട്ടി ഉണ്ട് ഇതിനകത്ത്. പുള്ളി ഒരു 2-3 പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല. പക്ഷെ പുള്ളി ഇതിൽ എനിക്ക് തോന്നുന്നു പുള്ളി മലയാളത്തിലും വന്നൊരു വില്ലനിസം കാട്ടാനായിട്ടുള്ള ഒരു പരിപാടിയിൽ ഇറങ്ങിയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉടനെ തന്നെ തിയേറ്ററിൽ വരുന്നുണ്ട് ഈ പടം. കാതൽ, നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കണ്ണൂർ സ്കോഡ്, ഇതേപോലെയുള്ള എല്ലാ പടങ്ങളും ഏറ്റെടുത്തതുപോലെ ഈ പടവും മമ്മൂക്കയുടെ പടവും ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്.